ഗൈസ്, നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നൊരു വിഷയം നമുക്കറിയാമല്ലോ. ഇപ്പം സ്പോർട്സ് മിനിസ്ട്രി OCA എന്ന് പറയുന്നൊരു കാര്യം പരിഗണിക്കുന്നൊരു സാഹചര്യത്തിലൊക്കെ നിൽക്കുകയാണ്. അപ്പം ഇന്ന് പലരും ചോദിച്ചിരുന്നു, ഇപ്പം അമിത്ഷായുടെയും അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെയും ഈ ട്വീറ്റും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് സംസാരിക്കാൻ. അത് ഈ പറഞ്ഞ OCA പോളിസിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു കാര്യമാണ്. അതിലിപ്പോൾ അങ്ങനെ സ്പോർട്സും കാര്യങ്ങളുമായിട്ടൊന്നും ബന്ധപ്പെട്ട് പറഞ്ഞിട്ടില്ല. ചിലപ്പം ഈ കാര്യങ്ങൾ ഈസി ആക്കാനായിരിക്കാം അങ്ങനത്തെ കാര്യങ്ങളിലേക്കൊക്കെ വരുന്നത്. നമുക്ക് നോക്കാം. എന്താണെങ്കിലും പറഞ്ഞല്ലേ, നമ്മുടെ ഈ ഒരു ഫുട്ബോളിൽ അല്ലെങ്കിൽ സ്പോർട്സിൽ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു എന്ന് ഒരു വാർത്ത വരുന്നത് വരെ നമുക്ക് കാത്തിരിക്കാനല്ലാണ്ട് വേറെ മാർഗ്ഗമൊന്നുമില്ല. എന്താണെങ്കിലും നമ്മൾ ഇനി സംസാരിക്കാൻ പോകുന്ന വിഷയം 2027 ഏഷ്യൻ കപ്പ് നടക്കാൻ പോകുന്നത്. അതിൽ നമ്മൾ ക്വാളിഫൈഡ് ആകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതല്ലെങ്കിൽ നമുക്ക് അടുത്ത 2030 വേൾഡ് കപ്പിന് വേണ്ടിയിട്ടുള്ള ക്വാളിഫയേഴ്സിന് വേണ്ടിയൊക്കെ പ്രിപ്പയർ ചെയ്യണം. അപ്പം ആ സമയമാകുമ്പോഴേക്കെങ്കിലും ഈ പറഞ്ഞ OCA പ്ലെയേഴ്സൊക്കെ നമുക്ക് അവൈലബിൾ ആയിട്ട് നിൽക്കുന്നൊരു സാഹചര്യം ഉണ്ടാകണം എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ആ സാഹചര്യത്തിൽ നിലവിൽ യൂറോപ്പിലെ അല്ലെങ്കിൽ വിദേശത്തെ പല ലീഗുകളിലൊക്കെ കളിക്കുന്ന പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഈ ഒരു സ്ക്വാഡിൽ, ഇന്ത്യൻ സ്ക്വാഡിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ചില താരങ്ങളെയൊക്കെ പറ്റിയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ സംസാരിക്കുന്നത്. ഗോൾ കീപ്പിംഗ് ഓപ്ഷനിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇന്ത്യയിൽ തന്നെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. കാരണം എല്ലാ ടീമുകളും ഇന്ത്യൻ ഗോൾ കീപ്പേഴ്സിനെ തന്നെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്നുള്ള സാഹചര്യത്തിൽ പോലും എങ്കിലും ഈ പറഞ്ഞതുപോലെ നാഷണൽ ടീമിൽ എത്തുമ്പോൾ ഉള്ള താരങ്ങളുടെ പ്രകടനം, ഇപ്പോൾ ഗുർപ്രീത് എന്ന് ഡൗൺ ആയപ്പോഴത്തേക്ക് നമുക്ക് പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതൊരു സത്യമാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഇപ്പോൾ ഒരു OCA പ്ലെയർ എന്ന ലെവലിൽ ഒരു പറയാൻ പറ്റുന്നൊരു പ്ലെയറാണ് കാമറൂൺ ഗ്രിഗറി എന്ന് പറഞ്ഞിട്ടുള്ള താരം. 25 വയസ്സുകാരനായിട്ടുള്ള ബോസ്റ്റൺ യുണൈറ്റഡിൽ കളിക്കുന്ന ഒരു പ്ലെയറാണ്. അവരുടെ ഫസ്റ്റ് ചോയ്സ് ഗോൾ കീപ്പർ എന്ന നിലയിൽ തന്നെ കളിക്കുന്ന പ്ലെയറാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നാഷണൽ ലീഗ്, അതായത് ഇംഗ്ലണ്ടിലെ 5th ടയറിലാണ് അദ്ദേഹം കളിക്കുന്നത്. ഈ സീസണിൽ ഏതാണ്ട് 31 മത്സരങ്ങൾ കളിച്ചു, 10 ക്ലീൻ ഷീറ്റുകളൊക്കെ ഈ ഒരു താരത്തിന് സ്വന്തമാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. 5th ടയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെങ്കിലും ക്വാളിറ്റി വൈസ് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ISLനേക്കാളൊക്കെ ഒരു ബെറ്റർ എന്നുള്ള നിലയിൽ തന്നെ നമുക്ക് പറയാൻ പറ്റും. കാരണം ഒരു സമയത്തൊക്കെ ഈ പറഞ്ഞ ഇംഗ്ലണ്ടിൽ നിന്ന് ഒരുപാട് പ്ലേയേഴ്സൊക്കെ വരുമ്പോഴത്തേക്ക് ഈ 5th ടയറിൽ നിന്നൊക്കെ ഒരുപാട് പ്ലേയേഴ്സ് വന്ന് ഇവിടെ സക്സസ് ആയിട്ടുള്ളൊരു ചരിത്രമുണ്ട്. അതല്ലാണ്ട് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു പേരാണ് ഇപ്പം രോഹൻ ലുത്ര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലെയർ. അദ്ദേഹം ഡെർബി കൗണ്ടിയിൽ ചാമ്പ്യൻഷിപ്പിലാണ് കളിക്കുന്നത്. പക്ഷേ അദ്ദേഹം അവിടുത്തെ 3rd ചോയ്സോ മറ്റോ ഗോൾ കീപ്പറാണ്. ഈ സീസണിൽ മത്സരങ്ങളൊന്നും തന്നെ കളിച്ചതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ കരിയർ തന്നെ നോക്കുമ്പോൾ അദ്ദേഹം 15 മത്സരങ്ങളിൽ 6th ടയറിലൊക്കെയാണ് കളിച്ചിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു OCA ലെവലിൽ പരിഗണിക്കാൻ പറ്റുന്ന പ്ലെയറായിട്ട് പറയാൻ പറ്റുന്നത് തീർച്ചയായിട്ടും കാമറൂൺ ഗ്രിഗറി എന്ന് പറയുന്ന താരമാണ്. ഇനി സെൻട്രൽ ബാക്സിലേക്ക് വരുമ്പോഴും നമുക്ക് ഇപ്പം ഓപ്ഷനുകൾ, ഇപ്പം സന്ദേശ് ശിങ്കൻ അല്ലെങ്കിൽ അൻവർ അലി, രാഹുൽ ബേക്കെ, ചിംഗ്ലൻ സന സിംഗ്, മെഹ്താബ് സിംഗ്, അങ്ങനെ ചില പേരുകളൊക്കെ ഉണ്ട്. പക്ഷേ OCAയിൽ നമ്മൾ കുറേ നാളുകളായിട്ട് കേൾക്കുന്നൊരു പ്ലെയറുടെ പേര് പറയാതിരിക്കാൻ പറ്റില്ല, ഡാനി ബാത്ത്. അദ്ദേഹം ഇപ്പോഴും ചാമ്പ്യൻഷിപ്പിൽ ബ്ലാക്ക് ബേണിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ചാമ്പ്യൻഷിപ്പിൽ ഒരു ലെജൻഡ് തന്നെയാണ് അദ്ദേഹം എന്നുള്ളതാണ്. കാരണം അദ്ദേഹത്തിൻ്റെ കരിയറിൽ തന്നെ ഏതാണ്ട് 350+ മത്സരങ്ങളാണ് ചാമ്പ്യൻഷിപ്പിൽ കളിച്ചത്. 500ഓളം കരിയർ എക്സ്പീരിയൻസ് ഉണ്ട്. വൂൾസിൻ്റെ ക്യാപ്റ്റനായിട്ട് വരെ ഉണ്ടായിരുന്ന ഒരു പ്ലെയറാണ്. അപ്പം അത്രത്തോളം ഒരു പ്രൊഫൈലാണ്. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിന് 34 വയസ്സായി കഴിഞ്ഞു. ഒരു 1-2 വർഷത്തിനുള്ളിൽ നമുക്ക് ഈ പറഞ്ഞ OCA റൂളൊക്കെ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഇദ്ദേഹത്തെ ഉപയോഗിക്കാൻ കഴിയുള്ളൂ എന്നുള്ളതാണ്. പക്ഷേ ഒരു ക്വാളിറ്റി, ഈ ഒരു OCA കാറ്റഗറിയിൽ നമുക്കൊരു ഹൈ പ്രൊഫൈൽ എന്ന ലെവലിലൊക്കെ തന്നെ പറയാൻ പറ്റുന്ന പ്ലെയറാണ് ഡാനി ബാത്ത് എന്ന് പറയുന്നത്. പിന്നൊരു പ്ലെയറാണ് ആരോൺ ഡ്രീവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെൻറ്റർ ബാക്കാണ്. 24 വയസ്സുകാരനായിട്ടുള്ള പ്ലെയർ. ഓക്സ്ഫോർഡ് സിറ്റി എന്ന് പറയുന്ന നാഷണൽ ലീഗിൽ, അതായത് 5th ടയറിലാണ് കളിക്കുന്നത്. പക്ഷേ അവിടുത്തെ ഒരു ഫസ്റ്റ് ചോയ്സ് ഗോൾ കീപ്പറൊക്കെ ആയിട്ട് കളിക്കുന്ന ഒരു പ്ലെയറാണ്. പിന്നെ ടൈലർ ഫോറാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലെയറാണ്. 21 വയസ്സുകാരനായിട്ടുള്ള ബ്രോംലി എന്ന് പറഞ്ഞിട്ടുള്ള ലീഗ് 2 ക്ലബ്ബിലാണ് അദ്ദേഹം കളിക്കുന്നത്. പക്ഷേ അങ്ങനെ ഒരു സ്ഥിരം റെഗുലർ സ്റ്റാർട്ടർ എന്നൊന്നും നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. ആഴ്സണലിൻ്റെ ഒരു അക്കാഡമിക് പ്രൊഡക്റ്റായിട്ട് വന്നിട്ടുള്ളൊരു താരമാണ്. ഇനി നമുക്ക് വിങ് ബാക്കിലേക്ക് വരാം. നമുക്ക് റൈറ്റ് വിങ് ബാക്ക് എന്ന് പറയുന്ന ഒരു ഏരിയ സത്യം പറഞ്ഞാൽ നാഷണൽ ടീമിൻ്റെ ഒരു പ്രശ്നം, അല്ലെങ്കിൽ പൊതുവെ വിങ് ബാക്സുകൾ ഇൻ്റർനാഷണൽ ഫുട്ബോളിലേക്ക് വരുമ്പം ഒരു പ്രശ്നം നേരിടുന്ന ഒന്ന് തന്നെയാണ്. അപ്പോൾ അവിടെ നമുക്ക് റൈറ്റ് ബാക്കിൽ പറയാൻ പറ്റുന്ന ഒരു പ്ലെയറാണ് സിമ്രൻജിത്ത് താണ്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഇംഗ്ലണ്ടിൽ നിന്ന് വരുന്ന തന്നെ ഒരു പ്ലെയറാണ്. 25 വയസ്സുകാരനായിട്ടുള്ള താരം. നിലവിലിപ്പം സൈപ്രസ് ടോപ്പ് ഡിവിഷനിലാണ് കളിക്കുന്നത്. അവിടെ ഒരു ഫസ്റ്റ് ചോയ്സ് റൈറ്റ് ബാക്കായിട്ട് തന്നെയാണ് കളിക്കുന്നത്. സൈപ്രസ് ലീഗിൽ ഇതിനോടൊപ്പം തന്നെ 74ഓളം മത്സരങ്ങൾ. നമ്മൾ മുമ്പ് ഈ സിമ്രൻജിത്തിനെ പറ്റിയൊക്കെ സംസാരിച്ചിട്ടുള്ളതാണ് കേട്ടോ. കാരണം ഈ സൈപ്രസ് ലീഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ലീഗ് തന്നെയാണ്. ഇപ്പോൾ കൊറോമിനാസ്, അല്ലെങ്കിൽ KBSയിലേക്ക് മുമ്പ് വന്നുള്ള ഫക്കുണ്ടോ പെരേര, മീക്കു, അങ്ങനെയൊക്കെയുള്ള പല താരങ്ങളും ഒക്കെ അവിടെ നിന്ന് വന്നിട്ട് ഇവിടെ സക്സസ് ഒക്കെ ആയിട്ടുള്ള പ്ലേയേഴ്സാണ് എന്നുള്ളതാണ്. റൈറ്റ് ബാക്കിൽ തന്നെ ഗബ്രിയൽ ക്യൂളർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലെയർ ഉണ്ട്.
അദ്ദേഹം ഓസ്ട്രേലിയയിലാണല്ലോ ഇപ്പോൾ നിലവിൽ എ ലീഗിൽ വെസ്റ്റേൺ സിഡ്നി എന്ന് പറഞ്ഞൊരു ക്ലബ്ബിലാണ് കളിക്കുന്നത്. എന്നാൽ അദ്ദേഹം ഇറ്റലിയിൽ സീരിയ ബിയിലും കളിച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. അങ്ങനെ ഒരു നല്ല പ്രൊഫൈലുള്ള 27 വയസ്സ് മാത്രം പ്രായമായിട്ടുള്ള ഒരു റൈറ്റ് ബാക്ക് ആയിട്ടുള്ള താരമാണ്. ഇനി ലെഫ്റ്റ് ബാക്കിലേക്ക് വരുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ റൈറ്റ് ബാക്കിനേക്കാൾ കുറച്ച് ഭേദപ്പെട്ടതാണ്. ഇപ്പം റോഷൻ സിംഗും അതുപോലെ തന്നെ ഇപ്പം ആകാശ് മിശ്ര ഇഞ്ചോർഡാണ്, അല്ലെങ്കിൽ ആകാശ് മിശ്രയുടെ പേര് നമുക്ക് പറയാമായിരുന്നു. അപ്പം ആ ഒരു സാഹചര്യത്തിൽ ഇപ്പം നമുക്ക് പറയേണ്ട പേരാണ് മാൽ ബെന്നിങ് എന്ന് പറഞ്ഞിട്ടുള്ള താരം. കുറേ നാളുകളായിട്ട് കേൾക്കുന്ന ഒരു പേര് തന്നെയാണ്. അദ്ദേഹം ഇപ്പം ഷൂഷ്ബെറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലീഗ് 1 ക്ലബ്ബിലാണ് കളിക്കുന്നത്. അവിടുത്തെ ഈ പറഞ്ഞ ഒരു ഫസ്റ്റ് ചോയ്സ് LB എന്ന ലെവലിൽ തന്നെ കളിക്കുന്ന പ്ലെയറാണ്. ഇപ്പം നമുക്ക് ഈ പറഞ്ഞൊരു പോളിസി ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ചോയ്സ് LB ആയിട്ടൊക്കെ നിലവിലത്തെ ഒരു ഫോം അനുസരിച്ച് തന്നെ കളിപ്പിക്കാൻ പറ്റുന്ന ഒരു പ്ലെയറാണ് മാൽ ബെന്നിങ് എന്ന് പറഞ്ഞിട്ടുള്ളത്. 31 വയസ്സ് ആണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രായം. ഡിഫൻസീവ് മിഡ്ഫീൽഡ് പൊസിഷനിലേക്ക് നോക്കുന്ന സമയത്ത് എനിക്ക് അങ്ങനെ കാര്യമായിട്ടുള്ള ഒറിജിൻ പ്ലേയേഴ്സിനൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെ പറയാം. നമുക്ക് നാഷണൽ ടീമിലും ഇപ്പം നിലവിലും അതിന് പ്രശ്നമുണ്ട്. ഇപ്പം പറയാൻ പറ്റുന്ന പേരുകളെ പപ്പുയ ഉണ്ട്, ഇപ്പം നിഖിൽ പ്രഭു സ്ക്വാഡിൽ ഉൾപ്പെട്ടു, ജീക്സൺ സിംഗ്, ഇതൊക്കെ ഉള്ളൂ. അപ്പം DM ആയിട്ടുള്ള ഒരു പ്ലെയറൊക്കെ കിട്ടിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നുള്ളതാണ് തോന്നുന്നത്. പണ്ടൊരു ആര്യൻ വില്യംസ് ഉണ്ടായിരുന്നു, ഈ റാൻ വില്യംസിൻ്റെ ബ്രദർ. അദ്ദേഹം ഇതിനുവേണ്ടിയൊക്കെ ട്രൈ ചെയ്തതാണ്. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കരിയറൊക്കെ പിന്നെ ഒരു താഴേക്ക് പോകുന്ന ലെവലിലേക്കൊക്കെയാണ് പോയിട്ടുള്ളത് എന്നുള്ളതാണ്. പിന്നെ സെൻട്രൽ മിഡ്ഫീൽഡർ എന്ന നിലയിൽ പറയാൻ പറ്റുന്ന ഒരു ക്വാളിറ്റി പ്ലെയറാണ് ബ്രാൻഡൻ കേല എന്ന് പറഞ്ഞിട്ടുള്ള, ബ്രാഡ്ഫോർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ലീഗ് 2 ഇംഗ്ലണ്ടിൽ കളിക്കുന്ന പ്ലെയറാണ്. അപ്പം ഈ സീസണിൽ ഏതാണ്ട് 22ഓളം മത്സരങ്ങൾ കളിച്ച് അത്യാവശ്യം ഗെയിം ടൈമൊക്കെ കിട്ടി നിൽക്കുന്ന ഒരു സെൻട്രൽ മിഡ്ഫീൽഡ്, ഒരു ബോക്സ് ടു ബോക്സ് പ്ലെയർ എന്ന് പറയാൻ പറ്റുന്ന ഒരു താരമാണ്. ഇനി അറ്റാക്കിംഗ് മിഡ്ഫീൽഡേഴ്സിലേക്ക് വരുമ്പോഴത്തേക്കും കൈലൻ വിക്കേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രൈറ്റൻ്റെ താരമാണ്. 20 വയസ്സേ ഉള്ളൂ. അദ്ദേഹം ഇപ്പം ബ്രൈറ്റനിൽ നിന്ന് മാൻസ്ഫീൽഡ് ടൗൺ എന്ന് പറഞ്ഞിട്ടുള്ള ലീഗ് 1 ക്ലബ്ബിലേക്ക്, അതായത് തേർഡ് ടയർ ക്ലബ്ബിലേക്ക് പോയിട്ടുണ്ട്. അവിടെ 19 മാച്ചസ് കളിച്ചു, 2 ഗോളും 3 അസിസ്റ്റും. അത്യാവശ്യം നല്ലൊരു നമ്പർ തന്നെയാണ് ഉള്ളത്. മറ്റൊരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ അല്ലെങ്കിൽ ഒരു ലെഫ്റ്റ് വിങ്ങർ എന്നൊക്കെ പറയാൻ പറ്റുന്ന താരമാണ് എല്ലാവർക്കും സുപരിചിതനായിട്ടുള്ള യാൻ തന്ത. അദ്ദേഹം നിലവിൽ കളിക്കുന്നത് സ്കോട്ടിഷ് പ്രീമിയർഷിപ്പിലാണ്. 26 വയസ്സായി കഴിഞ്ഞു. ഹേർട്ട് ഓഫ് മിഡ്ലോത്തിയൻ FC എന്ന് പറഞ്ഞിട്ടുള്ള സ്കോട്ടിഷ് ക്ലബ്ബിലാണ് അദ്ദേഹം കളിക്കുന്നത്. ലിവർപൂളിൻ്റെ അക്കാഡമി പ്രൊഡക്റ്റ് ആയിരുന്നു. സ്വാൻസിയിൽ അദ്ദേഹം കളിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, വ്യത്യസ്ത പൊസിഷൻസിലൊക്കെ കളിക്കാനുള്ള കേപ്പബിലിറ്റിയുള്ള ക്രിയേറ്റീവാണ്. അതുപോലെ സ്കോറിങ് എബിലിറ്റി ഒക്കെ അങ്ങനെയൊക്കെ പറയാൻ പറ്റുന്ന ഒരു താരം തന്നെയാണ്. സ്കോട്ടിഷ് പ്രീമിയർഷിപ്പിലൊക്കെ നന്നായിട്ട് കളിക്കുന്ന ഒരു പ്ലെയറാണ് യാൻ തന്ത. ഇനി അടുത്തൊരു നല്ല വിങ്ങർ എന്ന നിലയിൽ പറയേണ്ട താരമാണ് ഇപ്പം ആൻഡ്രേ ലക്ഷ്മികാന്ത് എന്ന് പറഞ്ഞിട്ടുള്ള പ്ലെയർ. ഈ സീസണിൽ നല്ല പെർഫോമൻസ് നടത്തി. ഞാൻ ഈ പറഞ്ഞ ലിസ്റ്റുകളിൽ ഏറ്റവും ഹൈ പ്രൊഫൈൽ എന്ന് പറയും ഈ ലക്ഷ്മികാന്ത് എന്ന് പറഞ്ഞിട്ടുള്ള താരത്തെ. കാരണം നിലവിൽ അദ്ദേഹം കളിക്കുന്നത് GD എസ്റ്ററിൽ എന്ന് പറഞ്ഞിട്ടുള്ള പോർച്ചുഗൽ ടോപ്പ് ടയർ ക്ലബ്ബിലാണ് എന്നുള്ളതാണ്. അതും 27 മത്സരങ്ങൾ അദ്ദേഹം അവിടെ കളിച്ചു. അവിടുത്തെ സ്റ്റാർട്ടർ തന്നെയാണ്. ലെഫ്റ്റ് വിങ്ങിൽ, സെൻട്രൽ ഫോർവേഡിലും ഒക്കെ അദ്ദേഹം കളിക്കുന്നുണ്ട് എന്നുള്ളതാണ്. 27 മത്സരങ്ങളിൽ നിന്ന് 5 ഗോളും 3 അസിസ്റ്റും എന്ന് പറയുന്ന അത്യാവശ്യം നല്ലൊരു നമ്പറും ഉണ്ട്. നമുക്കറിയാമല്ലോ, നമുക്ക് സ്കോറേഴ്സിൻ്റെയൊക്കെ ഒരു ദാരിദ്ര്യം എത്രത്തോളം നിലനിൽക്കുന്നു എന്നുള്ളത്. പിന്നെ നമുക്ക് പറയാൻ പറ്റുന്നൊരു വിങ്ങറാണ് ഡിലൻ മാക്കൻ്റെ. നിങ്ങൾക്കറിയായിരിക്കും, ടോട്ടൻഹാമിൻ്റെ അക്കാഡമി പ്രൊഡക്റ്റാണ്. ഇപ്പം ലണ്ടൻ ഓറിയൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ലബ്ബിലാണ് അദ്ദേഹം കളിച്ചു വരുന്നത്. തേർഡ് ടയർ ആണ്, പക്ഷേ ചാമ്പ്യൻഷിപ്പിലൊക്കെ എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ഒരു താരമാണ് എന്നുള്ളതാണ്. പിന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു വിങ്ങറാണ് റാൻ വില്യംസ്. അദ്ദേഹം ഈ പറഞ്ഞൊരു ഒറിജിനാണ്. അദ്ദേഹത്തിൻ്റെ സഹോദരനാണ് മുമ്പ്, അതായത് ഇരട്ട സഹോദരനാണ്. ഇന്ത്യൻ പൗരത്വത്തിനൊക്കെ വേണ്ടി മുമ്പ് ട്രൈ ചെയ്തിട്ട് കിട്ടിയിട്ടുണ്ടായില്ല. അപ്പം റാൻ വില്യംസിനൊക്കെ OCA കാർഡ് ഉണ്ടോ എന്ന് അറിയത്തില്ല. പക്ഷേ ഈസിലി പറഞ്ഞാൽ OCA കാർഡിന് വേണ്ടിയിട്ടൊക്കെ ട്രൈ ചെയ്യാവുന്നതാണ്. കാരണം ആ ഒരു അദ്ദേഹത്തിൻ്റെ തായ്വേരുകളൊക്കെ ഇന്ത്യയിൽ ഉണ്ട് എന്നുള്ള ഒരു സാഹചര്യത്തിൽ. ഇനി നമുക്ക് സെൻട്രൽ ഫോർവേഡ്സിലേക്ക് പോകാം. സെൻട്രൽ ഫോർവേഡ്സ് എന്ന് പറയുന്നൊരു പൊസിഷൻ നമുക്കറിയാമല്ലോ, ഇന്ത്യയിൽ അത്രത്തോളം ദാരിദ്ര്യമുള്ളൊരു പൊസിഷനാണ്. പറയാൻ പറ്റുന്ന ഒരു പ്ലെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റിൻ ഡിലോൺ എന്ന് പറഞ്ഞിട്ടുള്ള സ്വിച്ച്ബർഗ് FC എന്ന് പറഞ്ഞിട്ടുള്ള USL, അതായത് അമേരിക്കയിലെ സെക്കൻഡ് ടയർ ആണ്, അവിടെ കളിക്കുന്ന ഒരു പ്ലെയറാണ്. ഈ സീസണിൽ അദ്ദേഹം ഇപ്പം സോഫാർ 10 മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്. 5 ഗോളുകളും 1 അസിസ്റ്റും കോൺട്രിബ്യൂട്ട് ചെയ്തു. നല്ല നമ്പർ തന്നെയാണ് അങ്ങനത്തെ ഒരു പ്ലെയർ. USL അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ലീഗ് തന്നെയാണ് കേട്ടോ. പിന്നെ മൻപ്രീത് സക്കറിയ എന്ന് പറഞ്ഞിട്ടുള്ള പ്ലെയർ, അദ്ദേഹം നിലവിൽ ഇപ്പോൾ ചൈനീസ് സൂപ്പർ ലീഗിലാണ് കളിക്കുന്നത്. പെങ് സിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ലബ്ബിലാണ്. പക്ഷേ ഈ സീസണിലെ നമ്പേഴ്സ് അത്ര ഇമ്പ്രസീവ് അല്ല. 12 മത്സരങ്ങളിൽ 1 ഗോളും 2 അസിസ്റ്റും. പക്ഷേ അദ്ദേഹം മുമ്പ് സ്ട്രോങ് ഗ്രാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഓസ്ട്രിയൻ ബുണ്ടസ് ലീഗ ക്ലബ്ബിലൊക്കെ കളിച്ചപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് നല്ല ഒരു റെക്കോർഡൊക്കെ ഉണ്ടായിരുന്നു. അവിടെ അദ്ദേഹം ഒരു സമയത്ത് ടോപ്പ് സ്കോററായിട്ട് ആ ഒരു ഫൈറ്റിൽ വരെയൊക്കെ ഉണ്ടായിരുന്ന ഒരു പ്ലെയറാണ്. അവരന്ന് ചാമ്പ്യൻഷിപ്പൊക്കെ അടിച്ച സമയത്ത്. ദാറ്റ്സ് ഇറ്റ് ഗേസ്. അപ്പം ഇതൊക്കെയാണ് പറഞ്ഞതുപോലെ ഒറിജിൻ പ്ലേയേഴ്സിൻ്റെ ഒരു വിഷയത്തിൽ ഏറ്റവും ഇമ്പ്രസീവായിട്ട് തോന്നിയിട്ടുള്ള ചില താരങ്ങളെ പറ്റി സംസാരിക്കേണ്ടത്. അപ്പം നിങ്ങൾക്ക് അങ്ങനത്തെ ഇമ്പ്രസീവായിട്ട് തോന്നുന്ന താരങ്ങളെ പറ്റിയിട്ട് തീർച്ചയായിട്ടും കമ്പോസ് എഴുതുക. കാരണം ലിസ്റ്റൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരുപാട്, ഇപ്പം 100 കണക്കിന് താരങ്ങളുടെ പേര് ഒക്കെ നമുക്ക് പറയാൻ പറ്റും. അതിൽ നിന്ന് ഞാൻ ഓരോരുത്തരെ പിക്ക് ചെയ്തിട്ട് ടോപ്പ് ലെവലിൽ കളിക്കുന്ന ഗെയിം ടൈം കിട്ടുന്ന ഒക്കെ പ്ലേയേഴ്സിനെ വെച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പം
നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താണ് തീർച്ചയായിട്ടും ഒന്ന് കമ്പോസ് ചെയ്യാൻ പറ്റുക. കാണിക്കും. ഞാൻ സനിയ.